എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 8ാമത്തെ സർഗം നമ്മൾ ആരംഭിക്കുകയാണ്. 7 സർഗം വരെയുള്ളത് ബാലപാഠ്യ എന്നുള്ള ഒരു വ്യാഖ്യാനം നോക്കിയിട്ടാണ് പറഞ്ഞിരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോണത് മറ്റൊരു വ്യാഖ്യാനമാണ്. വിലാസമുരളി എന്നു പേരുള്ള മറ്റൊരു വ്യാഖ്യാനം. 8 മുതൽ 12ാമത്തെ സർഗം വരെയുള്ള ആ ഭാഗം വരെ, അത്രയും വരെ ഈ വിലാസമുരളി വ്യാഖ്യാനമാണ് ഇനി നോക്കാൻ പോണത്. ആ വ്യാഖ്യാനം എഴുതിയിരിക്കുന്നത് നമുക്കെല്ലാവർക്കും ആരാധ്യനായിട്ടുള്ള ബ്രഹ്മശ്രീ എണ്ണാഴി രാജമാഷാണ്. മറ്റ് വ്യാഖ്യാനങ്ങളൊന്നും ധാരാളമായിട്ട് കിട്ടാനില്ല എന്നുള്ളത് കൊണ്ട് ഈ ഒരു വ്യാഖ്യാനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇനി പഠിക്കാൻ പോണത്. അതുകൊണ്ട് മാഷ്ക്ക് ആദ്യം ഒരു നമസ്കാരം അറിയിക്കട്ടെ. മാഷുടെ ഈ പുസ്തകം കയ്യിൽ കിട്ടിയത് കൊണ്ടാണ് ഈ സുകുമാരകവി എഴുതിയിരിക്കുന്നതായ 12 സർഗങ്ങളും പഠിക്കാൻ പറ്റണത് എന്നുള്ളതിൻ്റെ ഒരു കൃതജ്ഞത കൂടി ഞാൻ അറിയിക്കുകയാണ്. നമുക്കാദ്യം ശ്ലോകം നോക്കാം. ഈ ഒരു സർഗത്തിൽ, 8ാമത്തെ സർഗത്തിൽ അനുഷ്ടുപ്പ് വൃത്തമാണ് ഉപയോഗിക്കുന്നത്. മധുരായാം മഹോത്പാത പ്രാദുരാസൻ പരശതം കംസസ്യ കാലമാസന്നം സൂചയന്തഃ സുദാരുണം. ഇനി മധുരയിലെ കഥയാണ് പറയണത്. ഇത്ര നേരം 7ാമത്തെ സർഗം വരെയുള്ള ഭാഗങ്ങളിലൊക്കെ കൃഷ്ണൻ്റെ കഥകളും അതുപോലെ അമ്പാടിയിലെ കഥകളും വൃന്ദാവനത്തിലെ കഥകളും ഒക്കെയാണ് പറഞ്ഞിരുന്നത്. ഇനി ഇവിടെ പറയാൻ പോണത് മധുരയെ പറ്റിയിട്ടാണ്. നമുക്കാദ്യം പദച്ഛേദം പറയാം. മധുരായാം മഹോത്പാത പ്രാദുരാസൻ പരശതം കംസസ്യ കാലം ആസന്നം സൂചയന്തഃ സുദാരുണം. മധുരയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയാണ്. മധുരായാം, മധുര എന്നുള്ളത് 2 മധുരകളുണ്ട്. നമ്മൾ എഴുതുമ്പോഴുള്ള വ്യത്യാസം കൊണ്ടാണ് അത് ഏത് മധുരയാണെന്ന് മനസ്സിലാക്കുക. തമിഴ്നാട്ടിലെ മധുര, തമിഴന്മാരൊക്കെ മധുരൈ എന്നാണ് പറയുകയെങ്കിലും മലയാളത്തിൽ തവർഗത്തിലെ 4ാമത്തേത് ഘോഷം, ആ അക്ഷരമാണ് എഴുതാറുള്ളത് മധുര എന്ന്. എന്നാൽ ശ്രീകൃഷ്ണൻ്റെ ജന്മസ്ഥാനമായിട്ട് നമ്മൾ ആരാധിക്കുന്നതായ ഉത്തർപ്രദേശിലെ മധുരയ്ക്ക് രഥത്തിൻ്റെ ധായാണ്, അധികരമാണ് എഴുതാറുള്ളത്. ഇവിടെ ശ്ലോകത്തിൽ മധുര എന്ന് ഘോഷമായിട്ടാണ് എഴുതിയിരിക്കുന്നതെങ്കിലും വ്യാഖ്യാനത്തിൽ മധുര എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. ആ മധുര തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. മാധുരൻ എന്നൊക്കെ കൃഷ്ണനെ വിളിക്കാറുണ്ട് മധുരയിൽ ജനിച്ചതുകൊണ്ട്. അപ്പോൾ മധുരയിൽ എന്താണ് സംഭവിച്ചത് എന്നാണെങ്കിൽ, മധുരായാം, മധുരയിൽ കംസസ്യ സുദാരുണം കാലം സുദാരുണം ആസന്നം കാലം സൂചയന്ത. മധുരയുടെ രാജാവായിട്ടാണല്ലോ, ഭോജരാജാവായിട്ടാണ് കംസൻ വാഴണത്. ആ കംസൻ്റെ കാലം തീരാൻ പോവുകയായി, ഇനി വരാൻ പോണ കാലം അത്ര നല്ലതൊന്നുമല്ല എന്ന് സൂചിപ്പിക്കുന്ന വിധത്തിൽ കംസൻ പലതരത്തിൽ ശ്രീകൃഷ്ണനെയും അമ്പാടിയെയും ഗോപന്മാരെയും ഒക്കെ ആക്രമിക്കുകയുണ്ടായി. അമ്പാടിയും ഗോപന്മാരെയൊക്കെ ആക്രമിച്ചത് ശ്രീകൃഷ്ണനെ വധിക്കാനുള്ള ഉദ്ദേശം കൊണ്ടുകൂടിയാണ്. അല്ലാതെ അവരോട് പ്രത്യേകിച്ച് കംസന് ദേഷ്യമൊന്നുമില്ല. കൃഷ്ണൻ തൻ്റെ അന്തകനാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് കൃഷ്ണനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അമ്പാടിയെ മുച്ചൂടും ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് കംസൻ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചീത്ത പ്രവൃത്തികൾ ചെയ്യുന്ന ആൾക്ക് തീർച്ചയായിട്ടും ഒരു കഷ്ടകാലം അല്ലെങ്കിൽ അതിദാരുണമായിട്ടുള്ള ഒരു അന്ത്യം വരും എന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നാണ് കവി പറയണത്. അതാണ് കംസസ്യ, കംസൻ്റെ സുദാരുണം ആസന്നം കാലം, വളരെ അത്യാഹിതങ്ങൾ നിറഞ്ഞതായ, അപകടം നിറഞ്ഞതായ ആസന്നമായ കാലത്തെ. കാലം ആസന്നമാവുക എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ മറ്റൊരു കാലത്തിനെയല്ല ഉദ്ദേശിക്കുന്നത്, കാലം തീരുക എന്ന് തന്നെയാണ്. അതായത് കംസൻ്റെ മരണത്തെ സൂചിപ്പിക്കുന്നതായ, അതാണ് അർത്ഥം. ആസന്നം കാലം സൂചയന്ത പരശതം. പരശതം എന്ന് പറഞ്ഞാൽ 100-ലധികം, 100 കണക്കിന് എന്ന് മലയാളത്തിൽ പറയാം. 100ഉം കവിഞ്ഞ്, അതായത് എണ്ണിയാലൊടുങ്ങാത്ത അത്രയ്ക്ക്. പരശതം മഹോത്പാതാഹ പ്രാദുരാസൻ. മഹോത്പാദങ്ങൾ, മഹോത്പാദം എന്ന് പറഞ്ഞാൽ ദുർനിമിത്തങ്ങൾ. സാധാരണ മഹോത്പാദങ്ങൾ പെട്ടെന്ന് സംഭവിക്കുന്നതാണ്. ഇവിടെ വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട്, മഹോത്പാതാഹ അകസ്മാദാഗതാഹ പ്രാണിനാം ശുഭാശുഭസൂചകാ ഇതി. മഹോത്പാദങ്ങൾ എന്ന് പറഞ്ഞാൽ
പെട്ടെന്ന് സംഭവിക്കുന്നത്, ഒരു രാജ്യത്ത് പെട്ടെന്ന് അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ പെട്ടെന്ന് സംഭവിക്കുന്നത് അത് നല്ലതുമാവാം ചീത്തയുമാവാം. അത് ചീത്ത മാത്രമായിട്ടൊന്നും പതിവില്ല, പെട്ടെന്ന് സംഭവിക്കണതെന്നേ അർത്ഥമുള്ളൂ പ്രകൃതിയിൽ. പക്ഷേ ഇവിടെ കംസൻ്റെ രാജ്യത്ത്, അതായത് മധുരയിൽ സംഭവിക്കുന്ന മഹോത്പാതങ്ങളൊക്കെ ദുർനിമിത്തങ്ങൾ തന്നെയായിരുന്നു. അതായത് കംസൻ്റെ ചീത്തകാലത്തിനെ, കംസൻ്റെ മരണത്തെ സൂചിപ്പിക്കുന്നത് തന്നെയായിരുന്നു. അതിൽ ആ വന്നതായിട്ടുള്ള മഹോത്പാതങ്ങൾ അശുഭ സൂചകങ്ങൾ തന്നെയായിരുന്നു എന്നുള്ളത് നമ്മൾ അറിയേണ്ടതാണ്. അതായത് കംസൻ്റെ കാലം തീരാറായി എന്നുള്ളതിനെയാണ് ഈ മഹോത്പാതങ്ങൾ സൂചിപ്പിച്ചിരുന്നത്. അത് കഠിനമായിട്ടുള്ള മഴ, ഇടിമിന്നൽ, വലിയ കാറ്റ് തുടങ്ങിയിട്ടുള്ളതൊക്കെയാണ്. അതൊക്കെയാണ് അടുത്തതായിട്ട് കവി വർണ്ണിക്കാൻ പോണത്. അപ്പോൾ മധുരയിൽ ആകെ കാലക്കേട് തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ടാണ് 8ാമത്തെ സർഗം കവി ആരംഭിക്കുന്നത്. നമുക്ക് 2ാമത്തെ ശ്ലോകം കൂടി നോക്കാം. വവൗ സമീരണശ്ചണ്ഡോ ഭഞ്ജന്നുദ്യാനപാദപാൻ കംസോപഭോഗ്യാമവനീം ശൂന്യീകർത്തുമിവോദ്യത. ആദ്യം പദച്ഛേദം പറയാം. വവൗ സമീരണ ചണ്ഡ ഭഞ്ജൻ ഉദ്യാനപാദപാൻ കംസോപഭോഗ്യാം അവനീം ശൂന്യീകർത്തും ഇവ ഉദ്യത. മധുരയിൽ എന്താണ് ആദ്യം തന്നെ വന്നുകൂടിയത്? ഏറ്റവും വലിയൊരു ദുർനിമിത്തം, ഒരു ദുസ്സൂചകമായിട്ടുള്ളൊരു അവസ്ഥാന്തരമുണ്ടായത് എന്താണെന്ന് പറയാണ്. ചണ്ഡ സമീരണ വവൗ. ചണ്ഡനായിട്ടുള്ള, ചണ്ഡ എന്ന് പറഞ്ഞാൽ പ്രചണ്ഡമായിട്ടുള്ള, തീവ്രമായിട്ടുള്ള, അടക്കാനാവാത്ത ശക്തിയുള്ളതായ സമീരണൻ. സമീരണൻ എന്ന് പറഞ്ഞാൽ കാറ്റ്. ആ കാറ്റ് ശക്തമായിട്ട് അങ്ങോട്ട് വീശാൻ തുടങ്ങി. വവൗ എന്ന് പറഞ്ഞാൽ വീശി എന്നർത്ഥം. ബാക്കിയുള്ളതൊക്കെ എവിടെയാണെന്നും കാറ്റിൻ്റെ വിശേഷണങ്ങളൊക്കെയാണ് പറയണത്. ഈ പ്രചണ്ഡമായിട്ടുള്ള കാറ്റ് എന്താണ് ചെയ്തതെന്നാണെങ്കിൽ ഉദ്യാനപാദപാൻ ഭഞ്ജൻ, ഉദ്യാനപാദപങ്ങളെ ഭഞ്ജിച്ചുകൊണ്ട് ഉദ്യാനപാദപങ്ങൾ, ഉദ്യാനം എന്ന് പറഞ്ഞാൽ രാജ്യമാണല്ലോ, മഹാരാജ്യം, വലിയ വലിയ രാജ്യങ്ങൾ, അതിൽ വലിയ വലിയ ഉദ്യാനങ്ങളും അതുപോലെ ജനങ്ങൾക്ക് വിശ്രമിക്കാൻ ചെന്നിരിക്കാൻ പറ്റിയതായിട്ടുള്ള സ്ഥലങ്ങൾ, അങ്ങനെ നല്ല ഭംഗിയായിട്ടുള്ള ഉദ്യാനങ്ങളും തോട്ടങ്ങളും ഒക്കെ രാജ്യത്തിൻ്റെ അകത്ത് തന്നെ രാജാക്കന്മാരുടെ ചെലവിൽ വളർത്തിക്കൊണ്ടുവരാറുണ്ട്. അതൊക്കെ ജനങ്ങൾക്ക് സുഖം നൽകുന്നതിന് വേണ്ടിയിട്ട്, രാജാവിന് സന്തോഷം ഉണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെയുള്ളതൊക്കെയാണ് ആ രാജ്യത്ത് വളർത്തിയെടുക്കുന്നത്. അങ്ങനെയുള്ള തോട്ടങ്ങളിൽ തന്നെ, വലിയ വലിയ ഉദ്യാനങ്ങളിലെ പാദപങ്ങൾ എന്ന് പറഞ്ഞാൽ മരങ്ങൾ, പാദൈഹി പിബന്തി ഇതി പാദപാഹ, പാദങ്ങളെ കൊണ്ട്, വേരുകളെ കൊണ്ട് വെള്ളം കുടിക്കണു എന്നുള്ളത് കൊണ്ടാണ് പാദപം എന്ന് വൃക്ഷങ്ങൾക്ക് പേര് വന്നത്. ആ വൃക്ഷങ്ങളെ മുഴുവനും തന്നെ ഭഞ്ജൻ, നശിപ്പിച്ചുകൊണ്ട്, കടപുഴക്കി എറിഞ്ഞുകൊണ്ട്, കാറ്റ് വീശുമ്പോൾ അങ്ങനെയാണ്. ചെറിയ കാറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൊമ്പുകൾ ഒടിഞ്ഞു വീഴും. അതിലും ഭയങ്കരമായിട്ടുള്ള കാറ്റാണ് വീശണതെങ്കിൽ കടപുഴക്കി എറിയും മരങ്ങളെയൊക്കെ. അങ്ങനെ ചുറ്റി വലിഞ്ഞ്, ഈ ചുഴലിക്കാറ്റൊക്കെ അങ്ങനെയാണ്, മരങ്ങളെ മുഴുവനും കടപുഴക്കി ദൂരത്തേക്ക് കൊണ്ടുപോയി ഒക്കെ ഇടും. അങ്ങനെയുള്ള കാറ്റാണ് വീശിയത്. അപ്പോൾ ആ മരങ്ങളെ മുഴുവനും കടപുഴക്കിക്കൊണ്ട്, അതാണ് ഉദ്യാനപാദപാൻ ഭഞ്ജൻ കംസോപഭോഗ്യാം അവനീം ശൂന്യീകർത്തും ഉദ്യത ഇവ. കംസോപഭോഗ്യാം അവനീം. അപ്പോൾ ആ രാജ്യം ഭരിച്ചിരുന്നത് കംസനാണല്ലോ, അതാണ് കംസോപഭോഗ്യ. കംസനാൽ ഭുജിച്ചുകൊണ്ടിരുന്നതായ, കംസനാൽ ഭുജിക്കുക എന്ന് പറഞ്ഞാൽ കംസൻ തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ടു നടന്നിരുന്നതായ, കംസൻ്റെ അധീനത്തിലുണ്ടായിരുന്നതായ, കംസൻ മാത്രം, കംസൻ ഒരു ഏകാധിപതിയായിട്ട് വാഴുമായിരുന്നല്ലോ, ആ രാജാവിനാൽ നയിക്കപ്പെട്ടു പോയതായ പ്രകൃതിയെ അല്ലെങ്കിൽ ഭൂമിയെ, അവനി എന്ന് പറഞ്ഞാൽ ആ മണ്ണിനെ, ആ രാജ്യത്തിനെ എന്നൊക്കെ അർത്ഥം പറയാം. കംസൻ്റെ ഏകാധിപത്യത്തിലുള്ള ആ പ്രദേശത്തെ, ആ രാജ്യത്തെ ശൂന്യീകർത്തും ഇവ, ശൂന്യീകർത്തും ഉദ്യത ഇവ, ശൂന്യമാക്കി കളയാൻ പുറപ്പെട്ടതാണോ എന്ന് തോന്നും വണ്ണം, അതാണ് ശൂന്യീകർത്തും, ശൂന്യമാക്കുക. അതായത് കംസൻ്റെ ഭരണപ്രദേശം എന്ന് പറയണത് അത് ഭൂമിയുടെ കുഴപ്പമല്ല, ഭരിക്കുന്ന രാജാക്കന്മാരുടെ കുഴപ്പം കൊണ്ട് മണ്ണ് നന്നല്ലാതെയാവും, അവിടുത്തെ ജനങ്ങളും നന്നല്ലാതെയാവും, അവരുടെ മനസ്സൊക്കെ കെടും, അല്ലെങ്കിൽ ചീത്തത്വങ്ങൾ ചെയ്യാനൊക്കെ ആൾക്കാർ പുറപ്പെടും. അപ്പോൾ അങ്ങനെയുള്ള ഭൂപ്രദേശങ്ങൾ ഇനി അധികം ഉണ്ടാവണ്ട എന്ന് കരുതിയിട്ടാണോ എന്ന് തോന്നും. ഈ കാറ്റിൻ്റെ
പ്രാഭവം കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ മുഴുവനും മുച്ചൂടാക്കിയിട്ട്, അതായത് മധുരയെ ഒട്ടും തന്നെ ബാക്കിയില്ലാത്ത വിധം, രാജാവിനെ മാത്രമൊന്നുമല്ല അവിടുത്തെ പ്രജകളെയും സകലരെയും ഇല്ലായ്മ ചെയ്യുന്ന വിധത്തിൽ, മരങ്ങളും പ്രകൃതിയിലെ മറ്റെല്ലാ ഘടകങ്ങളും അതിനെയൊക്കെ ബാധിക്കുന്ന വിധത്തിലാണ് ഈ ഉത്പാദങ്ങൾ വന്നു വീണത്. അതാണ് ആദ്യം തന്നെ പറയണത്. അങ്ങനെ ഈ മരങ്ങളെ മുഴുവനും കടപുഴക്കി കളയുന്നതിന് വേണ്ടിയിട്ടാണോ എന്ന് തോന്നും. ഉത്പ്രേക്ഷാലങ്കാരാണ്. ആ ഭൂമിയെ ഒന്നും ബാക്കിയില്ലാത്ത വിധം ഊഷരമാക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് തോന്നും. ചണ്ഡസമീരണ വവൗ, വളരെ ശക്തിമാനായിട്ടുള്ള ഒരു കൊടുങ്കാറ്റ് അവിടെ ആദ്യമായിട്ട് വീശാൻ തുടങ്ങി. അപ്പോൾ ആദ്യം തന്നെ ആ രാജ്യത്ത്, അതായത് കംസൻ്റെ രാജ്യത്ത് വന്നതായ ഒരു ഉത്പാദങ്ങളിൽ ഒന്നായിരുന്നു കൊടുങ്കാറ്റ്. വാദി എന്ന് പറഞ്ഞാൽ വീശുക, വവൗ എന്ന് പറഞ്ഞാൽ വാദി എന്നുള്ളതിൻ്റെ ലിട്ട് രൂപമാണ്. അങ്ങനെ അത് വളരെ പണ്ട് നടന്നൊരു കാര്യമാണെന്നുള്ളത് കൊണ്ടാണ് ലിട്ടിൽ പ്രയോഗിച്ചത്. അങ്ങനെ കൊടുങ്കാറ്റ് വീശി അടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഉത്പാദങ്ങളെ പറ്റിയിട്ട് വർണ്ണിക്കാനാണ് പുറപ്പെടുന്നത്. ഇന്നത്തെ ഈ 2 ശ്ലോകങ്ങളും ഒന്നും കൂടി ചൊല്ലി നോക്കാം. മധുരായാം മഹോത്പാദ പ്രാദുരാസൻ പരശതം കംസസ്യ കാലമാസന്നം സൂചയന്തഃ സുദാരുണം വവൗ സമീരണശ്ചണ്ഡോ ഭഞ്ജന്നുദ്യാനപാദപാൻ കംസോപഭോഗ്യാമവനീം ശൂന്യീകർത്തുമിവോദ്യത. കംസൻ്റെ എല്ലാ പ്രഭാവങ്ങളെയും അടിച്ചമർത്തുന്ന വിധത്തിൽ ഇനി ഭഗവാന്റെ ഒരു തേരോട്ടമാണ് വർണ്ണിക്കാൻ പോണത്. അതിൻ്റെ ഒരു സൂചന എന്നുള്ള നിലയ്ക്കാണ് ഭഗവാന്റെ വരവായി, കംസൻ്റെ കാലം തീരാറായി എന്നുള്ളതിൻ്റെ സൂചനകൾ അതാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനെ പറ്റിയിട്ടാണ് അടുത്ത ശ്ലോകങ്ങളിലും വർണ്ണിക്കുന്നത്. ഈ സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.